അപ്പോൾ നമുക്ക് എല്ലാതും റെക്കോർഡ് ചെയ്യുന്നതാണ് എളുപ്പം സ്ക്രീൻ റെക്കോർഡിങ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു PPQ1 ആയിട്ടാണ്. ഒരു ക്വാർട്ടർ നോട്ടിന് ഒരു ടിക്കിൽ ഒരു ക്വാർട്ടർ നോട്ട്. അങ്ങനെ നമ്മളിപ്പോൾ എത്ര എണ്ണം ഉണ്ടാക്കുന്നുണ്ട്? 13 ടിക്ക്, 0 തൊട്ട് 12 വരെ 13 ടിക്ക്. ഓരോ ടിക്കിൽ ഓരോ ക്വാർട്ടർ നോട്ട് പ്ലേ ആവും. നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജനറേറ്റ് ആയി കിടക്കുന്നുണ്ട്. നമുക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയാൽ അറിയാം, കണ്ട ഒരു 4 ക്വാർട്ടർ നോട്ട് ചേർന്നിട്ട് ഒരു ബാർ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ബാക്കിയുള്ള കൊടുത്ത് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ബാറിൽ സ്റ്റാർട്ട് ചെയ്തു. 1 2 3 4 ബാർ. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഷാർപ്പ് കൊടുത്തിരിക്കുകയാണ്. കാരണം ഇതിന് മുകളിൽ നോട്ടിക്ക് ഇവിടേക്ക് ഇതിൻ്റെ ഇടയിലായിട്ട് എഴുതണം. അപ്പോൾ ഷാർപ്പ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ഇതിപ്പോൾ ഇതിനെ ഷാർപ്പാക്കി കഴിഞ്ഞാൽ ഇത് നാച്ചുറലാണ്, അത് ഷാർപ്പല്ല. ഇതിൻ്റെ ജസ്റ്റ് ഒരു ക്വാർട്ടർ നോട്ട് മുകളിൽ ഇതിപ്പോൾ BCD FACE അതല്ലേ. അപ്പോൾ ഇപ്പോൾ ഇതേ പ്രകാരം 60ാമത്തെ തൊട്ട് 60th നോട്ട് തൊട്ട് മുകളിലേക്ക് ഒന്ന് കൂടി വരലാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ 60 ബേസിക് സിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സി ആണ് ആദ്യത്തെ CDE അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഫേസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതായത് FACE. അപ്പോൾ ഇത് F ആണ്. അപ്പോൾ ഇത് E. F. എവരി ഗുഡ് ബോയ് ഡിസ്കസ്. D. E. F ആണത്. അപ്പോൾ ഇവിടെ Fൽ ഇവിടെ ഉണ്ട്. Fന് മുമ്പിൽ E D C. അപ്പോൾ എനിക്ക് സംശയമുണ്ട് സംഭവം. 60th നോട്ട് എന്ന് പറയുമ്പോൾ മിഡിൽ C 60 അല്ലേ? 60th നോട്ട് മിഡിൽ C ആണ്. അപ്പോൾ അതൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ കൂടി വരികയാണ്. ഇതിൻ്റെ ടെമ്പോ നമുക്ക് കൂട്ടാനായിട്ട് ഇതിൻ്റെ PPQ മാറ്റിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ സ്പീഡിൽ പ്ലേ ആവും. അപ്പോൾ ഇത് ഒരു ബാറിൽ കുറേ എണ്ണം പ്ലേ ആവണത്തിലാവും. ഇതിപ്പോൾ നമ്മൾ മാറ്റുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. ഇതിപ്പോൾ നമ്മൾ 1ന് പകരം 2 ആക്കി കഴിഞ്ഞാൽ ഇത്ര നീളം ഉണ്ടാവില്ല മ്യൂസിക്കിന്. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ മുകളിൽ ക്വാർട്ടർ നോട്ട് നേരത്തെ ഇട്ടത് സിംഗിൾ വരകളായിരുന്നെങ്കിൽ ഇപ്പം അത് ഫ്ലാഗ് ഇട്ടുണ്ട്. ഫ്ലാഗ് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ 8th നോട്ടാക്കിയാണ്. ഇത് 1 ക്വാർട്ടർ നോട്ടായിരുന്നു, 8th നോട്ടായി മാറിയപ്പോൾ. ഇത് 8th നോട്ടാണ് പ്ലേ ആവുന്നത്. 1/8 ആയിട്ടുള്ള നോട്ടാണ് ഇപ്പം എല്ലാതും. അതിവിടെ 4 8 പിന്നെ 12 ഇങ്ങനെ പ്ലേ ആവുന്നത്. ഇപ്പോൾ രണ്ട് പാറില്ല. അപ്പോൾ ഒരു ഇതിൽ 8 ഈ സംഭവം ക്വാർട്ടർ നോട്ട് 8th നോട്ട് 8 നോട്ട് ചെയ്യുമ്പോഴാണ് ഒരു ഫുൾ നോട്ടിൻ്റെ എഫക്റ്റ് വരുന്നത്. ഫുൾ നോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പാർട്സ് പെർ ക്വാർട്ടർ എന്നതിൻ്റെ പേര്. ക്വാർട്ടറിന് എത്ര എണ്ണം വേണം? അപ്പോൾ ഒരു ക്വാർട്ടറിന് 1 നോട്ട് മിനിമം ഒരു ക്വാർട്ടറാണ് ഒരു ചെറിയ റെസൊല്യൂഷൻ. ഇനിയും ഇത് കൂട്ടുകയാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ വരും. ഇപ്പോൾ പാർട്സ് പെർ ക്വാർട്ടർ 2 എണ്ണം. ഇപ്പോൾ 1/8 അല്ല ഇതുണ്ടായിരുന്നു, 1/8 നോട്ടായില്ല. ഇനി നമുക്ക് ഇതിനെ 4 ആക്കി കഴിഞ്ഞാൽ 4 ആക്കി കഴിഞ്ഞാൽ ഇത്തിരി സ്പീഡിലായിരിക്കും പ്ലേ ചെയ്യുക. 2
ഫ്ലാഗ് വരച്ചു, അതായത് 1/16 നോട്ടായി മാറി ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം ഒരൊറ്റ ബാറിനകത്താണ് വരുന്നത്. 1/16 നോട്ട് വെച്ചിട്ട് വരുന്നത്. ഇപ്പോൾ ഈ സാധനം ഏറ്റവും അടിയിലത്തെ ഏതാണ് അതിൻ്റെ നമ്പർ അവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഷാർപ്പ്, ഇത് നാച്ചുറൽ, ഇത് ഡബിൾ ഷാർപ്പാണത്. ഇത് ഫസ്റ്റ് ടൈ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര സ്പീഡിലായി. ഇപ്പോൾ നമ്മൾ കൊടുത്ത സാധനം ഇതാണെങ്കിലും ഇതിൻ്റെ സ്പീഡ് ഇപ്പോൾ മാറ്റണത് ഇങ്ങനെയാണ്. പറഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മാറിപ്പോയിരിക്കുകയാണ്.